നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 13-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായിട്ടുള്ള 2000 രൂപയുടെ അടുത്ത ഗഡു വിതരണം, 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ഇന്ന് മാർച്ച് 13-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അസാമിൽ വെച്ചാണ് ഈ തുകയുടെ വിതരണം നടത്തപ്പെടുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അതിനുശേഷം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. 2000 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത്. നാളിതുവരെ 42,000-ഓളം രൂപയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാ കർഷകരും നിങ്ങളുടെ സ്റ്റാറ്റസ് മുൻകൂട്ടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് കർഷകർ ഉറപ്പുവരുത്തേണ്ടത്. ഒന്നാമതായിട്ട് ഇലക്ട്രോണിക് KYC, ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. ഇനി രണ്ടാമതായിട്ട് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ലാൻഡ് സീഡിംഗ് സ്റ്റാറ്റസ്, അത് നടപടികൾ ശരിയാണെന്ന് പരിശോധിക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം, അതായത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ്, അത് DBT സൗകര്യമൊക്കെ ലഭ്യമാണെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇവയിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഗഡു ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടാം. എന്നാൽ ഈ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് മുടങ്ങിയ ധനസഹായം ഉൾപ്പെടെയുള്ള ഗഡുക്കൾ അത് പിന്നീട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അതിനാൽ തന്നെ ഔദ്യോഗിക പോർട്ടലിലെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്ക് വഴി വിവരങ്ങൾ പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. ഒരു ക്രെഡിറ്റ് കാർഡിന് നിങ്ങളുടെ ദൈനംദിന ചിലവുകളൊക്കെ തന്നെ കൂടുതൽ ലാഭകരമാക്കാനും ജീവിത രീതി മാറ്റാനും കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലരും ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നത് വെറും ബില്ലുകൾ അടയ്ക്കാൻ മാത്രമാണ്. എന്നാൽ ശരിയായ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുന്നത് വഴി ഓരോ മാസവും വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അത്തരത്തിലൊന്നാണ് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വർഷത്തിൽ 4 തവണ സൗജന്യ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഇതിലൂടെ ലഭിക്കുന്നു. ഇത് നിങ്ങളുടെ യാത്രകളെ കൂടുതൽ ആഡംബരപൂർണ്ണമാക്കും. സിനിമാ പ്രേമികൾക്കായിട്ട് ഡിസ്ട്രിക്റ്റ് ആപ്പ് വഴി ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ മറ്റൊന്ന് സൗജന്യമായിട്ട് ലഭിക്കുന്ന ഓഫറുമുണ്ട്. ഇനി ഭക്ഷണപ്രിയരെ സംബന്ധിച്ച് അവർക്ക് സ്വിഗ്ഗി വഴി വർഷത്തിൽ 2880 രൂപ വരെ ലാഭിക്കാമെന്നതും വലിയൊരു നേട്ടമാണ്. ഇത് കൂടാതെ 1499 രൂപ വില വരുന്ന സോണി ലൈവ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ സൗജന്യമായിട്ട് ലഭിക്കുന്നതിലൂടെ സിനിമകളും സ്പോർട്സും തടസ്സമില്ലാതെ ആസ്വദിക്കാം. ഇനി യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ മേക്ക് മൈ ട്രിപ്പ് വഴി ഫ്ലൈറ്റ്, ഹോട്ടൽ ബുക്കിങ്ങുകൾക്ക് 15% വരെ കിഴിവും അതോടൊപ്പം തന്നെ ഷോപ്പിംഗ് നടത്തുമ്പോൾ തിരായിൽ നിന്ന് 10% ഡിസ്കൗണ്ടും ഈ കാർഡ് വാഗ്ദാനം ചെയ്യും. സോ അങ്ങനെ ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൂട്ടി നോക്കിയാൽ വർഷത്തിൽ ഏകദേശം 10,000 രൂപ വരെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആക്സിസ് ക്രെഡിറ്റ് കാർഡ് വെറും ഒരു പേയ്മെൻറ്റ് ടൂൾ മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താനുള്ള ഒരു സ്മാർട്ട് വഴി കൂടിയാണ്. സോ കൂടുതൽ വിവരങ്ങൾക്കും അതോടൊപ്പം തന്നെ അപേക്ഷിക്കാനുള്ള ലിങ്ക് നമ്മുടെ ബയോയിലും ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും പരിശോധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഗ്രാമീണ മേഖലയിലെ LPG ബുക്കിംഗ് ഇടവേള 45 ദിവസമാക്കി ഉയർത്തി. നഗരപ്രദേശങ്ങളിൽ ബുക്കിംഗ് ഇടവേള 25 ദിവസമായും ഉയർത്തി. 17 ദിവസമായിരുന്നു ബുക്കിംഗ് ഇടവേള, നേരത്തെ 21 ദിവസമാക്കി ദീർഘിപ്പിച്ചിരുന്നു. ഇതാണ് വീണ്ടും ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. പ്രതിസന്ധി ഒഴിവാക്കാനായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് കേന്ദ്രം പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ സർവീസുകളുടെ കുറവ് മൂലം ഊർജ്ജ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സമാണ് പാചകവാതക ക്ഷാമത്തിന് ഇടയാകുന്നത്. സിലിണ്ടർ വിതരണം പരിമിതപ്പെടുത്താനായിട്ട് കേന്ദ്ര സർക്കാർ ഗ്യാസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ 30% വരെ കുറവുണ്ടാകുമെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരുന്നു. അതേസമയം ഇന്ത്യയുടെ ഊർജ്ജ മേഖല സുരക്ഷിതമാണെന്നും ഇന്ധനക്ഷാമം നിലവിലില്ലെന്നുമാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ അറിയിച്ചത്. ഇന്ധനം ശേഖരിക്കാനുള്ള എല്ലാ നടപടിയും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഈ മാർച്ച് മാസം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസ വാർത്തയാണ് പുറത്തു വരുന്നത്. നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം തൊഴിലാളികളുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കുടിശ്ശിക വിതരണം ഉടൻ ആരംഭിക്കുകയാണ്. ഏകദേശം 18 മാസത്തെ കുടിശ്ശികയിൽ പകുതിയോളമാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഒരാൾക്ക് ശരാശരി 10,000 രൂപ മുതൽ 15,000 രൂപയ്ക്ക് മുകളിൽ വരെ തുക ഈ മാസം അവസാനത്തോടെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ തുകയുടെ വിതരണത്തിന്റെ കൃത്യമായ തീയതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞത് 8 ഗഡുക്കളെങ്കിലും ഈ ഘട്ടത്തിൽ ലഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചിലപ്പോൾ 2 മാസത്തെ തുക ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ കൂടി വിഷു, ഈസ്റ്റർ പ്രമാണിച്ചുകൊണ്ട് മുൻകൂട്ടി വിതരണം ചെയ്തേക്കാം. ഏപ്രിൽ മാസം തിരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത് കണക്കിലെടുത്താൽ മാർച്ച് മാസത്തെ തുക വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തേത് നേരത്തെയാക്കുകയോ ചെയ്തുകൊണ്ട് 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനാണ് കൂടുതലും സാധ്യത.
2 മാസത്തെ പെൻഷൻ ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മാർച്ച് മാസത്തെ പെൻഷൻ 25-ാം തീയതി ബുധനാഴ്ച മുതലായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുകയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. ബുധനാഴ്ച ദിവസം വൈകുന്നേരത്തോടുകൂടിയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും മറ്റ് പ്രധാന അറിയിപ്പുകളും ഔദ്യോഗിക ഉത്തരവുകളൊക്കെ തന്നെ നിലവിൽ മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം പകുതിയോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും പെരുമാറ്റച്ചട്ടവും ഒക്കെ തന്നെ നിലവിൽ വരാൻ സാധ്യതയുള്ളതിനാലാണ് സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സർക്കാർ ഇപ്പോൾ നേരത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കൂടിയും കുറഞ്ഞും സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വ്യാഴാഴ്ച മാർച്ച് 12-ാം തീയതി 22 സ്വർണ്ണത്തിന് ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയും കുറഞ്ഞു. ഗ്രാമിന് 14,870 രൂപയിലും പവന് 1,18,960 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഒരു ക്രെഡിറ്റ് കാർഡിന് നിങ്ങളുടെ ദൈനംദിന ചിലവുകളൊക്കെ തന്നെ കൂടുതൽ ലാഭകരമാക്കാനും ജീവിത രീതി മാറ്റാനും കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലരും ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നത് വെറും ബില്ലുകൾ അടയ്ക്കാൻ മാത്രമാണ്. എന്നാൽ ശരിയായ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുന്നത് വഴി ഓരോ മാസവും വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അത്തരത്തിലൊന്നാണ് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വർഷത്തിൽ 4 തവണ സൗജന്യ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഇതിലൂടെ ലഭിക്കുന്നു. ഇത് നിങ്ങളുടെ യാത്രകളെ കൂടുതൽ ആഡംബരപൂർണ്ണമാക്കും. സിനിമാ പ്രേമികൾക്കായിട്ട് ഡിസ്ട്രിക്ട് ആപ്പ് വഴി ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ മറ്റൊന്ന് സൗജന്യമായിട്ട് ലഭിക്കുന്ന ഓഫറുമുണ്ട്. ഇനി ഭക്ഷണപ്രിയരെ സംബന്ധിച്ച് അവർക്ക് സ്വിഗ്ഗി വഴി വർഷത്തിൽ 2,880 രൂപ വരെ ലാഭിക്കാമെന്നതും വലിയൊരു നേട്ടമാണ്. ഇത് കൂടാതെ 1,499 രൂപ വില വരുന്ന സോണി ലൈവ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ സൗജന്യമായിട്ട് ലഭിക്കുന്നതിലൂടെ സിനിമകളും സ്പോർട്സും തടസ്സമില്ലാതെ ആസ്വദിക്കാം. ഇനി യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ മേക്ക് മൈ ട്രിപ്പ് വഴി ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിങ്ങുകൾക്ക് 15% വരെ കിഴിവും അതോടൊപ്പം തന്നെ ഷോപ്പിംഗ് നടത്തുമ്പോൾ തിരായിൽ നിന്ന് 10% ഡിസ്കൗണ്ടും ഈ കാർഡ് വാഗ്ദാനം ചെയ്യും. സോ അങ്ങനെ ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൂട്ടി നോക്കിയാൽ വർഷത്തിൽ ഏകദേശം 10,000 രൂപ വരെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആക്സിസ് ക്രെഡിറ്റ് കാർഡ് വെറും ഒരു പേയ്മെൻറ്റ് ടൂൾ മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താനുള്ള ഒരു സ്മാർട്ട് വഴി കൂടിയാണ്. സോ കൂടുതൽ വിവരങ്ങൾക്കും അതോടൊപ്പം തന്നെ അപേക്ഷിക്കാനുള്ള ലിങ്ക് നമ്മുടെ ബയോയിലും ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും പരിശോധിക്കുക. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.